ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നോക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം വേണം ഇത് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടറും അതേപോലെ തന്നെ ഒരു പേഷ്യൻറ്റും നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ലൗഡായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ ദേർ. അപ്പോ നമുക്ക് സംഭാഷണത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്നായിരുന്നു. അതിന് രോഗി മറുപടി പറയുന്നതാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. വീട്ടിൽ ചില ചികിത്സകളൊക്കെ ചെയ്തു. ട്രൈഡ് സം ഹോം റെമഡീസ്. ഇവിടെ ട്രൈഡ് എന്ന് കണ്ടോ? അത് ട്രൈ, അതായത് ശ്രമിക്കുക എന്നതിൻ്റെ കഴിഞ്ഞുപോയ രൂപമാണ്. ശ്രമിച്ചു എന്നർത്ഥം. ഓക്കേ. സം എന്നാൽ ചില. ഹോം റെമഡീസ് എന്ന് പറഞ്ഞാൽ വീട്ടു ചികിത്സകൾ. നമ്മൾ നാട്ടുവൈദ്യം എന്നൊക്കെ പറയില്ലേ, വീട്ടിൽ ചെയ്യുന്ന പൊടിക്കൈകൾ. മനസ്സിലായി. അപ്പോൾ ട്രൈഡ് സം ഹോം റെമഡീസ് എന്നാൽ ചില വീട്ടു ചികിത്സകൾ ശ്രമിച്ചു നോക്കി. ഇനി നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ചില വീട്ടു ചികിത്സകൾ ശ്രമിച്ചു. ട്രൈഡ് സം ഹോം റെമഡീസ്. ട്രൈഡ് സം ഹോം റെമഡീസ്. ഒന്നുറക്കെ പറഞ്ഞു നോക്കുക. ട്രൈഡ് സം ഹോം റെമഡീസ്. ഹോം റെമഡീസ് ഒരുമിച്ച് പറയുമ്പോൾ ട്രൈഡ് സം ഹോം റെമഡീസ്. ഉറക്കെ പറഞ്ഞു നോക്കുക. ട്രൈഡ് സം ഹോം റെമഡീസ്. ട്രൈഡ് സം ഹോം റെമഡീസ്. ഒന്നും കൂടി ട്രൈ ചെയ്യാം. ട്രൈഡ് സം ഹോം റെമഡീസ്. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു, അത് സഹായിച്ചോ? ഡിഡ് ഇറ്റ് ഹെൽപ്പ്? ഇതും ഒരു ചോദ്യമാണ്. ഡിഡ് ഇറ്റ് ഹെൽപ്പ് എന്ന് വെച്ചാൽ അത് സഹായിച്ചോ. ഇറ്റ് എന്നാൽ അത്, ഹെൽപ്പ് സഹായിക്കുക. വളരെ സിമ്പിൾ. അതെ. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. അത് സഹായിച്ചോ? ഡിഡ് ഇറ്റ് ഹെൽപ്പ്? ഡിഡ് ഇറ്റ് പറഞ്ഞു നോക്കൂ. ഡിഡ് ഇറ്റ് ഹെൽപ്പ്? ഒരിക്കൽ കൂടി പറയുക. ഡിഡ് ഇറ്റ് ഹെൽപ്പ്? വൺസ് അഗെയിൻ. ഡിഡ് ഇറ്റ് ഹെൽപ്പ്? രോഗിയുടെ മറുപടി കേൾക്കാം. ഇല്ല, കാര്യമായില്ല, ഇപ്പോഴും അതുപോലെ തന്നെ. നോട്ട് റിയലി, സ്റ്റിൽ ദ സെയിം. നോട്ട് റിയലി എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രയ്ക്കില്ല, അല്ലെങ്കിൽ കാര്യമായിട്ടൊരു ഗുണമുണ്ടായില്ല എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. സ്റ്റിൽ എന്നാൽ ഇപ്പോഴും, ദ സെയിം എന്നാൽ അതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. അപ്പോൾ നോട്ട് റിയലി, സ്റ്റിൽ ദ സെയിം എന്ന് വെച്ചാൽ കാര്യമായിട്ട് മാറിയില്ല, ഇപ്പോഴും അസുഖം അതുപോലെ തന്നെയുണ്ട്. ശരി ശരി. ഈ സെന്റൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇല്ല, കാര്യമായില്ല, ഇപ്പോഴും അതുപോലെ തന്നെ. നോട്ട് റിയലി, സ്റ്റിൽ ദ സെയിം. ഒന്ന് പറഞ്ഞു നോക്കുക. നോട്ട് റിയലി പറഞ്ഞു നോക്കൂ. നോട്ട് റിയലി, സ്റ്റിൽ ദ സെയിം. ഒരുമിച്ച് പറയുമ്പം നോട്ട് റിയലി, സ്റ്റിൽ ദ സെയിം. റിപ്പീറ്റ്. നോട്ട് റിയലി, still the same. Once again. Not really, still the same. ഒറ്റ തവണ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. Not really, still the same. ഡോക്ടർ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ശരീരവേദനയോ വിറയലോ ഉണ്ടോ? എനി ബോഡി പെയിൻ ഓർ ചിൽസ്. എനി എന്ന വാക്ക് നമ്മൾ മുൻപ് പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ? എന്തെങ്കിലും ഉണ്ട്. ബോഡി പെയിൻ എന്നാൽ ശരീരവേദന. ഓർ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ. ചിൽസ് എന്ന് പറഞ്ഞാൽ ഈ വിറയൽ, തണുപ്പ് തോന്നി വിറയ്ക്കുന്നത്. പനിയൊക്കെ വരുമ്പോൾ ഒരു കുളിരു വരുമല്ലോ, അതാണ് ചിൽസ്. ഓക്കെ. അപ്പോ എനി ബോഡി പെയിൻ ഓർ ചിൽസ് എന്നാൽ എന്തെങ്കിലും ശരീരവേദനയോ വിറയലോ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഓക്കെ, ഇറ്റ്സ് എ പ്രാക്ടീസ് ടൈം. ശരീരവേദനയോ വിറയലോ ഉണ്ടോ? എങ്ങനെ പറയും? Any body pain or chills? Chills. Okay? Any body pain or chills? ശ്രദ്ധിക്കണേ, ഒരുമിച്ച് പറയുമ്പം any body pain or chills? ഒരുമിച്ച് പറഞ്ഞു നോക്കുക. Any body pain or chills? ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. Any body pain or chills? ഇവിടെ നമുക്ക് ഷിവറിംഗ് എന്ന് ഉപയോഗിക്കരുത്. കാരണം ഇവിടെ അങ്ങനെ ഒരു വിറയൽ അല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ തണുപ്പ് കൊണ്ട് വിറയ്ക്കില്ലേ, അതാണ്.
ഭയങ്കര കുളിര് വരിക എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുത്ത് അങ്ങനെ വരിക എന്ന് പറയില്ല, ആ ഒരു ഫീലാണ് കേട്ടോ. അതുകൊണ്ടാണ് ചിൽ ഉപയോഗിച്ചത്. ചിൽസ്. രോഗി പറയുന്നു. ചെറിയ ശരീരവേദനയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ലിറ്റിൽ ബോഡി പെയിൻ, ദാറ്റ്സ് ഓൾ. ലിറ്റിൽ എന്നാൽ ചെറിയ അല്ലെങ്കിൽ കുറച്ച്. ബോഡി പെയിൻ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ശരീരവേദന. അതെ. ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോ ലിറ്റിൽ ബോഡി പെയിൻ, ദാറ്റ്സ് ഓൾ എന്നാൽ ചെറിയ ശരീരവേദനയുണ്ട്, അത്രമാത്രം. ഓക്കെ. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. ചെറിയ ശരീരവേദനയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ലിറ്റിൽ ബോഡി പെയിൻ, ദാറ്റ്സ് ഓൾ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ലിറ്റിൽ ബോഡി പെയിൻ, ലിറ്റിൽ ബോഡി പെയിൻ, ദാറ്റ്സ് ഓൾ. ഒരുമിച്ച് പറയുമ്പോൾ ലിറ്റിൽ ബോഡി പെയിൻ, ദാറ്റ്സ് ഓൾ. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ലിറ്റിൽ ബോഡി പെയിൻ, ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കിയായിരുന്നോ? ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? ഡിഡ് യു ചെക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പരിശോധിച്ചോ. ചെക്ക് എന്നാൽ പരിശോധിക്കുക. ശരി. യുവർ എന്നാൽ നിങ്ങളുടെ, ടെമ്പറേച്ചർ എന്നാൽ ശരീരത്തിന്റെ ചൂട്, താപനില. അപ്പോ ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കിയോ എന്നാണ് അർത്ഥം. നിങ്ങൾ ശരീരത്തിൻ്റെ ചൂട് പരിശോധിച്ചോ, അതായത് ടെമ്പറേച്ചർ, അതാണ് ഉദ്ദേശിച്ചത്. ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? ഒന്നുകൂടി പറഞ്ഞു നോക്കുക. ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? ഒരുമിച്ച് പറയുമ്പോൾ ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ ഒന്ന് പറഞ്ഞു നോക്കുക. ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? റിപ്പീറ്റ്. ഒരിക്കൽ കൂടെ. ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? ഡിഡ് യു എന്നുള്ളത് നമുക്ക് ഷോർട്ടായിട്ട് പറയുമ്പോൾ ഡിഡ് യു എന്ന് പറയാം കേട്ടോ. ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? പറ്റുമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിഡ് യു ചെക്ക് യുവർ ടെമ്പറേച്ചർ? അതിന് രോഗിയുടെ മറുപടി ഉണ്ട്, ഏകദേശം 101 ഡിഗ്രി ഉണ്ട്. യെസ്, അറൌണ്ട് 101. യെസ്, നമ്മൾ നേരത്തെ യാ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതെ അല്ലെങ്കിൽ ഉണ്ട്. ആ. അറൌണ്ട് എന്നാൽ ഏകദേശം, ഏതാണ്ട്. 101 ഇത് പനി ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയുന്നതാണ് സാധാരണ. അപ്പോ യെസ്, അറൌണ്ട് 101 എന്നാൽ ഉണ്ട്, ഏകദേശം 101 ഡിഗ്രി പനിയുണ്ട്. ഓക്കെ. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. ഉണ്ട്, ഏകദേശം 101 ഉണ്ട്, അതായത് 101 ഡിഗ്രി പനിയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. യെസ്, അറൌണ്ട് 101. 101 എന്ന് പറയാം, അല്ലെങ്കിൽ 101 എന്ന് പറയാം. അപ്പോൾ 101 എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 1 നോട്ട് എന്നുള്ളതിന് 0, പിന്നെ 1. 101. അപ്പോൾ എങ്ങനെ പറയും? യെസ്, അറൌണ്ട് 101. യെസ്, അറൌണ്ട് 101, അല്ലെങ്കിൽ 101. രണ്ടും പറയാം കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, 101. 101 എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, അറൌണ്ട് 101. ഇത്രയും കേട്ടപ്പോൾ ഡോക്ടർ രോഗിയെ പരിശോധിക്കാൻ തയ്യാറാവുകയാണ്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ലെറ്റ് മീ സീ യു. ഓക്കെ എന്നാൽ ശരി. ലെറ്റ് മീ സീ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് നോക്കട്ടെ അല്ലെങ്കിൽ പരിശോധിക്കട്ടെ എന്നൊക്കെയാണ് അർത്ഥം. ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ശരി. ലെറ്റ്സ് പ്രാക്ടീസ് ദി സെന്റൻസ്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ലെറ്റ് മീ സീ യു. ലെറ്റ് മീ സീ യു. ഓക്കെ, ലെറ്റ് മീ സീ യു. ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുക. ഓക്കെ, ലെറ്റ് മീ സീ യു. ഇനി ഷോർട്ടായിട്ട് പറയുമ്പം ഓക്കെ, ലെറ്റ് മീ സീ യു. ലെറ്റ് മീ എന്നുള്ളത് ലെമ്മി. ഓക്കെ, ലെറ്റ് മീ സീ യു. ഓക്കെ, ലെറ്റ് മീ സീ യു. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ അടുത്തൊരു ഭാഗം കൂടിയുണ്ട്, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു പഠിക്കുക. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ലൗഡായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. മീറ്റ് അഗൈൻ നെക്സ്റ്റ് ക്ലാസ്. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനേഷ്. ബൈ ഫോർ നൗ.